ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവാനിയൻ വഴിയുടെ മറ്റൊരു പ്രഭാഷണത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തോടുകൂടെ നമ്മൾ ഇവാനിയൻ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി എന്ന് ഞാൻ പറയുകയുണ്ടായി. ആ ഒന്നിച്ചു കൂടുന്നത് അല്ലെങ്കിൽ ആ തുടങ്ങുന്ന ആ ഒരു ഭാഗം അത് ഒരു വിജയഹുങ്കാരത്തിൽ നിന്നോ അതല്ലെങ്കിൽ ആരെയും തോൽപ്പിക്കാനോ ഒന്നുമല്ല, മറിച്ച് ഒരു ഇരയുടെ നിസ്സഹായതയിൽ നിന്നാണ്. ചുറ്റിനും സംഭവിക്കുന്ന തൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ഉള്ളിൽ അല്പം കൂടിയും നന്മയോടുകൂടിയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് ജീവിക്കാമല്ലോ. ഈ മ്ലേച്ഛതകളിലും അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഈ മ്ലേച്ഛതകളെ, മണക്കുന്ന മ്ലേച്ഛതകളെ, അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞ് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാനും സ്വതന്ത്രമായിട്ടൊന്ന് സ്നേഹിക്കാനും എനിക്കാവില്ലേ? എന്തുകൊണ്ട് എനിക്കത് ആകുന്നില്ല എന്ന വളരെ വാലിഡായിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു യാത്രയിലേക്ക് കടന്നത്. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ഉത്തരം, ഇരയുടെ നിസ്സംഗതയിലെ അല്ലെങ്കിൽ നിസ്സഹായതയിലെ ഒത്തിരി ആത്മസംഘർഷങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇവാനിയൻ ധ്യാനത്തിന് രൂപീകരിച്ചിരിക്കുന്ന ശോധനാപരമായ ധ്യാനങ്ങൾ ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ 5 ശോധനാപരമായ ധ്യാനങ്ങളാണ് ഈ ഇവാനിയൻ വഴിയിലൂടെ നമ്മൾ കാണാനും പരിചയപ്പെടാൻ പോകുന്നതെന്ന്. അത് സത്യത്തിൽ 5 ആധ്യാത്മിക സംഘർഷങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. നമ്മളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിൽ നിന്ന് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സ്ഥാപനത്തെ, വ്യക്തിയെ ഒക്കെ അകറ്റി നിർത്തുന്ന, അതുവഴി ജീവിതത്തിൽ മ്ലേച്ഛതകളെ കൊണ്ടുവരുന്ന ആധ്യാത്മിക സംഘർഷങ്ങൾ. ഈ ആധ്യാത്മിക സംഘർഷങ്ങൾ ഒരു പാപത്തിൽ നിന്നോ അല്ലെങ്കിൽ തെറ്റായ ജീവിത രീതികളിൽ നിന്ന് ഉരുതിരിയുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് വളരുന്നത് കൊണ്ടാണ് വരുന്നത്. ജീവിതത്തിലെ മടുപ്പും വിരസതയും, വിശേഷിച്ച് ആധ്യാത്മിക ജീവിതത്തിലെ മടുപ്പും വിരസതയും വളർന്നാലും വരും, വളർന്നില്ലെങ്കിലും വരും. ഉദാഹരണത്തിന്, 1-ാം ക്ലാസ്സിലിരിക്കാൻ ഒത്തിരി ആഗ്രഹമുള്ള ഒരു വ്യക്തി 1-ാം ക്ലാസ്സിൽ എത്ര വർഷം ഇരിക്കും? അവന് മടുപ്പ് തോന്നില്ലേ? അവനെന്തുകൊണ്ടാണ് മടുപ്പ് തോന്നുന്നത്? 1-ാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഭയങ്കര ബഹളം ഒച്ചയുണ്ടാക്കിയ ഈ വ്യക്തി 1-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും 2-ാം ക്ലാസ്സിലേക്ക് പോകാനായിട്ട് റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് അവനിപ്പോൾ 2-ാം ക്ലാസ്സിലേക്ക് കടത്തി വിടാതെ നീ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നത് നിനക്ക് എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് നീ കുറെ കഴിയുമ്പോൾ അതിന് മടുപ്പ് വരും. കാരണം ആ കുട്ടി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വളർന്നാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മടുപ്പും വിരസതയും ഒക്കെ വരാം. 40കൾ കഴിയുന്ന അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ഒക്കെ ധ്യാനിപ്പിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ പറയാറുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പൗരോഹിത്യം, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സന്യാസം. അല്ല സുഹൃത്തുക്കളെ, അതിന് ഒത്തിരി ആഴമുണ്ട്, ഒത്തിരി വിശാലതയുമുണ്ട്. 25-30 കൊല്ലക്കാലം സന്യാസ ജീവിതത്തിലും പൗരോഹിത്യത്തിലൊക്കെ കുർബാന ചൊല്ലിയും ആരാധന കണ്ടും ഒക്കെ നമ്മൾ വളർന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആധ്യാത്മിക മടുപ്പുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളർന്നത് കൊണ്ടാണ് വരുന്നത്. നമ്മളുടെ വീക്ഷണ രീതികളെ നമ്മൾ അല്പം കൂടി വിശാലങ്ങളാക്കണം. അല്ലെങ്കിൽ 25-30 വർഷക്കാലം ദാമ്പത്യ ജീവിതത്തിൽ ആയിരിക്കുന്ന ഒരു ദമ്പതികൾ അവർ 40കളിലേക്കൊക്കെ കടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മടുപ്പും വിരസതയും വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബത്തിന് ആരെങ്കിലും നോക്കി കണ്ണുവെച്ചത് കൊണ്ടോ കൂടോത്രം ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. അവർ വളർന്നു. ആ 20കളിൽ നിന്ന് 30കളിലേക്കും 30കളിൽ 40കളിലേക്കും അവർ വളർന്നു. ആ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജീവിത വീക്ഷണങ്ങളെ അവർ സ്വായത്തമാക്കുന്നില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ ഈ വിരസതയും മടുപ്പും ഒക്കെ വരാം. പക്ഷെ നമ്മൾ ഇരകളായി പോകുന്നു എന്ന് പെട്ടെന്ന് പറയുമ്പോൾ ആ ഇരകളുടെ നിസ്സഹായതയുടെ ഉള്ളിൽ ഒരു വളർച്ചയുടെ മടുപ്പുണ്ട്.
പലപ്പോഴും പല അച്ഛന്മാരും പറയുന്നത് ഇടവകയിൽ ഒത്തിരി മടുപ്പാണ്, യൂത്ത് പിള്ളേരുടെ ഇടയിൽ ഒത്തിരി മടുപ്പാണ്. പക്ഷേ ആ അച്ഛനെ അറിയണം, ആ ഇടവകയിലെ ജനങ്ങൾ വളർന്നു. 3 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആ പാസ്റ്ററൽ ലൈഫിലൂടെ, പ്രീച്ചിങ്ങുകളിലൂടെ ആ ഇടവക സമൂഹം വളർന്നിട്ടുണ്ട്. ആ വളർന്നതിനനുസരിച്ച് അവരെ ആനിമേറ്റ് ചെയ്യാൻ ആ പുരോഹിതന് കഴിയുന്നില്ലെങ്കിൽ ആ ഇടവകയിൽ മടുപ്പ് വരാം. അത് അവിടെയുള്ള മക്കളെല്ലാവരും ചീത്തയായതുകൊണ്ടോ ആ മക്കളെല്ലാവരും ഇനി പള്ളിയിൽ കയറാത്ത മക്കളായി, ദൈവനിഷേധികളായി എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുന്നത് ശരിയല്ല. ആ മക്കളും വളർന്നിട്ടുണ്ടായിരിക്കാം. 10 വർഷത്തെയോ 15 കൊല്ലത്തെയോ കാറ്റഗിസത്തിലൂടെ ആ മക്കൾ വളരില്ലേ? ആ വളർന്ന മക്കൾക്ക് അതിനാവശ്യമായിട്ടുള്ള വീക്ഷണങ്ങളെ നമ്മൾ കൊടുക്കണ്ടേ? ആധ്യാത്മിക ജീവിത സമ്പാദനത്തിൻ്റെ ചില കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ മടുപ്പുകൾ വന്നുകൂടെ? അപ്പോൾ ഈ ആധ്യാത്മിക വളർച്ചയില്ലായ്മ ഒരു സമൂഹത്തിനെ ഒരു പക്ഷേ വേദനയിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ കടത്തിവിടുന്നതിന് കഴിവുള്ളതാണ്. ഈ പുത്തൻകൂർ സമുദായത്തിൻ്റെ വിരസതയ്ക്ക് കാരണം ആ സമൂഹം ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ വളർന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തിൻ്റെ ആരാധനയോ അല്ലെങ്കിൽ ദൈവ സമ്പാദനത്തിൻ്റെ തലങ്ങളിലേക്ക് വളരാൻ ആഗ്രഹിക്കുമ്പോൾ ചില കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടന്നില്ല. അതുകൊണ്ട് അവരിൽ മടുപ്പ് വന്നു, വിരസത വന്നു എന്ന് കരുതി ആ സമൂഹം മൊത്തത്തിൽ തെറ്റുകാരാണോ? ഒരിക്കലുമല്ല. പുത്തൻകൂർ സമുദായത്തിൻ്റെ കഥ നാം ഓരോരുത്തരുടെയും കഥയാണ്. ഈ മടുപ്പും വിരസതയും മനസ്സിലാക്കാൻ കഴിയുകയും തൻ്റെ ജീവിതത്തിലും ആധ്യാത്മികതയിലും അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞതാണ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആധ്യാത്മികതയുടെ ഒരു വലിയ പോസിറ്റീവ് പോയിന്റ്. അദ്ദേഹം ഒരു സമുദായത്തെ തന്നിൽ നിന്നും മാറ്റി നിർത്താതെ ഒരു സമുദായത്തിൽ വന്ന മൊത്തം മടുപ്പിനെയും വിരസതയെയും തൻ്റെ ഉള്ളിലേക്ക് ആഹ്വാനിച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങുകയാണ്, ഈ മടുപ്പ്, എന്നിൽ ഈ മടുപ്പ് എങ്ങനെയാണ് കടന്നു വരുന്നത്? എന്തുകൊണ്ട് എൻ്റെ സമുദായത്തിന് സമാധാനവും ശാന്തിയുമില്ല? ഡയറകളെ പോലെ ആധ്യാത്മികതയിൽ അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലും എന്തുകൊണ്ട് സമാധാനവും ശാന്തിയും വരുന്നില്ല? അതൊരു വ്യക്തി ഒരു സമുദായത്തെ മൊത്തം ഉള്ളിലേക്ക് എടുത്ത് ചിന്തിച്ചപ്പോൾ വന്ന ഒരു ചിന്തയാണ് പുനരൈക്യത്തിൻ്റെ ആരംഭമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. പിതാവ് അങ്ങനെ ഒരു സമുദായത്തിൻ്റെ വേദനയെ മൊത്തം ഉള്ളിലേക്ക് ആഹ്വാനിച്ച് അതിനെ മനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, സന്യാസത്തിൻ്റെ ആ തീച്ചൂളയിൽ അതിനെ മനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിതാവ് തൻ്റെ ജീവിതത്തിലും സമൂഹത്തിലും ചുറ്റുമുള്ളവരിലൊക്കെ ആധ്യാത്മിക സംഘർഷങ്ങളെ കാണാൻ തുടങ്ങി. പാപത്തിൻ്റെ തലങ്ങൾ, നമ്മൾ ചുഴ്ന്നു നിൽക്കുന്ന തലങ്ങൾ, നല്ല മനുഷ്യരെ നിസ്സഹായരാക്കുന്ന ചില ആധ്യാത്മിക സംഘർഷങ്ങളെ അദ്ദേഹം അനുഭവിക്കാനും തൻ്റെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിക്കളയാനും തുടങ്ങി. അങ്ങനെയുള്ള ആദ്യത്തെ ആധ്യാത്മിക സംഘർഷത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഒരു ചെറിയ സെൻറ്റൻസിലൂടെ നമ്മൾക്ക് ആ ആധ്യാത്മിക സംഘർഷത്തെ മനസ്സിലാക്കാൻ കഴിയും. അത് ഞാൻ വിചാരിച്ചു എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് ഒരു ഞാൻ വിചാരിച്ചു. ഓക്കെ, പിന്നീട് ദൈവം വിചാരിച്ചു എന്ന് പറയുന്ന വേറൊരു സാധനം. എൻ്റെ വിചാരങ്ങൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു, പിന്നെ ദൈവം വിചാരിച്ചു. ഓക്കെ, ഇത് നേർക്ക് വരുമ്പോൾ ഒരു സംഘർഷം ഉടലെടുക്കും. കാരണം എന്താണ് എൻ്റെ വിചാരങ്ങൾ, ഏത് ദൈവ വിചാരത്തെയാണ് ഞാൻ സംശീകരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് കൺഫ്യൂഷൻ്റെ ഒരു തലം പൊന്തി വരും. എൻ്റെ വിചാരങ്ങളും ദൈവവിചാരങ്ങളും നേർ വരുമ്പോൾ വ്യക്തിയുടെ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സംഘർഷം പുറത്തു വരും. അതിനെ നമുക്ക് വേണമെങ്കിൽ എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം മൈ തോട്ട് വേഴ്സസ് ഗോഡ്സ് തോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വേഴ്സസ് എന്ന് പറയുന്ന സാധനത്തിനെ മലയാളത്തിലാക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. അതൊരു മത്സരം എന്ന് പറയുന്നില്ല, ദൈവചിന്തകൾ എൻ്റെ ചിന്തകളുമായിട്ട് മത്സരിക്കുന്നില്ല, പക്ഷെ ഇത് നേർക്ക് നേർ വരുന്നു.
അതിൽ ചിലപ്പോഴൊക്കെ എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റിക്കളഞ്ഞ് ദൈവചിന്തയെ സ്വാംശീകരിക്കണം. അതല്ലെങ്കിൽ എൻ്റെ വിചാരങ്ങൾ തന്നെ ഒരുപക്ഷെ ദൈവ വിചാരങ്ങളായിരിക്കാം, പക്ഷെ അത് ദൈവ വിചാരങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ദൈവ വിചാരം വേറെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകും. പക്ഷെ ദൈവം ഓൾറെഡി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു, ദൈവത്തിൻ്റെ ചിന്തയെ നമുക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ നമ്മളത് തെറ്റായിട്ട് ചിന്തിച്ചിരിക്കുകയാണ്, ഇത് എൻ്റെ വിചാരമാണ്. പക്ഷെ ദൈവവിചാരം പിന്നെ തപ്പാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊരു സ്ഥലത്തും കാണില്ല. കാരണം ദൈവവിചാരം ഓൾറെഡി വെളിപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്ഷമിക്കണം. എല്ലാ പാപിക്കും ക്ഷമയുണ്ട്, അതൊരു ദൈവവിചാരമാണ്, വെളിപ്പെട്ട ഒരു സത്യമാണ്. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ താല്പര്യമില്ലാതെ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടി സമയം വേണം, 2 കൊല്ലം കഴിയട്ടെ, അങ്ങനെയൊക്കെ അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ഒരു വിചാരം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വേറൊരു വിചാരത്തെ തപ്പിക്കൊണ്ട് നടക്കുക. ആ പാപത്തിലായിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു തെറ്റിലായിരിക്കാൻ ആളുടെ ഉള്ളിൽ സംഘർഷങ്ങൾ കയറി വരും. ഈ ഒരു ഭാഗത്തെ മനസ്സിൽ വെച്ചിരിക്കണേ, ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ 2 ചിന്തകൾ നേർക്കുനേർ വരും. അതിൽ നിന്ന് ഒരു സ്പിരിച്വൽ സംഘർഷം ഉത്ഭവിക്കും. അതിനെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമ്മൾ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മൾ സിംപിളി ഇരകളായി പോയതുപോലെ തോന്നും. അത് പുറത്തുള്ള ആൾക്കാരുടെ കുഴപ്പമില്ല, നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? വളരെ സരളമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു സാധനത്തിനെ. അതിനായിട്ട് ഒരു ചെറിയ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നമ്മൾ ചന്ദ്രനിലേക്ക് ഒരു പിക്നിക് പോവുകയാണെന്ന് സങ്കല്പിക്കുക. എല്ലാവർക്കും എവിടെ വേണമെങ്കിലും പോകാമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് സുദൂരമായ ചന്ദ്രനിലേക്ക് ഒരു പിക്നിക്കിന് പോകാം. എങ്ങനെ പോകും പിക്നിക്കിന്? ഒരു റോക്കറ്റിൽ കയറണം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും റെഡി ആവാം, നമുക്കൊരു റോക്കറ്റിൽ കയറാം. ആ റോക്കറ്റിന് അത് ടേക്ക് ഓഫ് ചെയ്തു. പിന്നെ അങ്ങനെ പോയി ചന്ദ്രനിലെത്തി. ചന്ദ്രനിലെത്തി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ആ ഒരു സ്റ്റൈൽ അനുസരിച്ച് എല്ലാവരും സെൽഫി സ്റ്റിക്കും പിടിച്ച് സെൽഫി എടുക്കാനായിട്ട് ഓടി നടക്കുക. എങ്ങനെ സെൽഫി എടുക്കുന്നേ? ഭൂമിയായിട്ട് ഒരു സെൽഫി എടുക്കാനായിട്ട്. കാര്യം ചെന്ന് നിൽക്കുന്ന സ്ഥലം ചന്ദ്രനാ. അപ്പൊ ഭൂമിയായിട്ട് ഒരു സെൽഫി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ? സെൽഫി എടുക്കാനായിട്ട് സെൽഫി സ്റ്റിക്കും കൊണ്ട് ഓടി നടക്കുമ്പോൾ ഈ ഭൂമിയെ കാണാനായിട്ട് എവിടേക്ക് നോക്കും? അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് പോയത് ആ പട്ടണത്തെ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ആ ഏരിയ കാണണമെങ്കിൽ, ചന്ദ്രനിൽ നിന്ന് ആ ഏരിയ കാണണമെങ്കിൽ എവിടേക്ക് നോക്കും? നമുക്ക് നോക്കാനായിട്ട് 6 ദിശകൾ നമുക്ക് വേണമെങ്കിൽ മുന്നിലേക്ക് നോക്കാം, പിന്നിലേക്ക് നോക്കാം, ഇടത്തോട്ട് നോക്കാം, വലത്തോട്ട് നോക്കാം, മുകളിലേക്ക് നോക്കാം, താഴോട്ട് നോക്കാം. ടു വിച്ച് ഡിറക്ഷൻ വിൽ യു ലുക്ക്? നിങ്ങൾ ഏത് ഡിറക്ഷനിലേക്ക് നോക്കും? പെട്ടെന്ന് തന്നെ പലരും പറയുന്ന ഉത്തരങ്ങളെ നോക്കാനൊന്നും പറ്റില്ല, അത്ര ദൂരം നിന്ന് കാണാനൊന്നും പറ്റില്ല. അത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു നമ്പർ കളിയല്ലേ. കാരണം പിടിതരാത്ത ഒരു കാര്യം ചോദിച്ചതാണ് ഉത്തരം കൊടുക്കേണ്ടത്. ടു വിച്ച് ഡിറക്ഷൻ വിൽ യു ലുക്ക്? ഏത് ദിക്കിലേക്ക് നോക്കും? അത് ദൂരാണ്, നോക്കാനൊന്നും പറ്റില്ല. ഭൂമി ഉള്ളടത്തേക്ക് നോക്കും. അതൊക്കെ നമ്മുടെ തറുതലകളല്ലേ. നമ്മൾ ശരിയായ ഉത്തരം പറയാതെ ഞാൻ വിചാരിച്ചതിൽ ഇങ്ങനെ പറയുന്ന ഉത്തരങ്ങളെ. സോ യു ചൂസ് വൺ. വളരെ സരളമായിട്ട് ഒരു വശത്തെ ചിന്തിക്കും. സോ പലരും പലതും പറയും. ഞങ്ങൾ മുന്നിലേക്ക് നോക്കും, ചിലർ പറയും ഞങ്ങൾ ഇടതുവശത്തേക്ക് നോക്കും, ചിലർ പറയും ഞങ്ങൾ പിന്നിലേക്ക് നോക്കും, ചിലർ പറയും താഴോട്ട് നോക്കും, ചിലർ പറയും മുകളിലോട്ട് നോക്കും. എല്ലാ കാര്യത്തിനും പല ഉത്തരങ്ങളുണ്ട്. സോ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ഉത്തരം എന്താണ്? വളരെ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ഉത്തരമാണ് ഞങ്ങൾ താഴോട്ട് നോക്കും. അങ്ങനെയല്ലേ നോക്കണ്ടേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? നമ്മൾ മുകളിലേക്ക് പോയി, അപ്പോൾ നമ്മൾ താഴത്തോട്ട് നോക്കും. പക്ഷെ താഴോട്ട് നോക്കിയാൽ എന്ത് കാണും? ഇനിയാണ് ചിന്തിക്കുന്നത്. താഴോട്ട് നോക്കിയാൽ എന്ത് കാണും? താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് കാണും. നിങ്ങളുടെ കാല കാണുള്ളൂ. കാരണം താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മണ്ണ് കാണും. കാരണം നമ്മൾ ആ ചന്ദ്രന്റെ ഉപരിതലത്തിലാണ് നിൽക്കുന്നത്. റോക്കറ്റ് അവിടെ ലാൻഡ് ചെയ്യുകയും നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വരികയും നമ്മൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കൂടെയാണ് നടക്കണേ. അവിടെ നടന്നുകൊണ്ട് നമ്മൾ താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രന്റെ കല്ലും മണ്ണും കാണും. നമ്മൾ എവിടേക്ക് നോക്കണം? നമ്മൾ മുകളിലേക്ക് നോക്കണം. നിൽപ്പിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ അവിടെ ആകാശം ഉണ്ടാവും, സൂര്യനുണ്ടാവും, ഗ്രഹങ്ങളുണ്ടാവും.
നിങ്ങളുടെ കയ്യിലെ ക്യാമറ പവർഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയായിട്ട് ഒരു സെൽഫി എടുക്കാൻ പറ്റും. പക്ഷെ എല്ലാവരുടെ മനസ്സിൽ അപ്പോൾ ഒരു ഞാൻ വിചാരിച്ച് കയറി വരും. ഞാൻ വിചാരിച്ചു മുകളിലേക്ക് പോയാൽ താഴേക്കല്ലേ നോക്കേണ്ടത്, അത് നിങ്ങൾ വിചാരിച്ചതല്ലേ, അങ്ങനെ ആവണമെന്ന് ഇപ്പം എന്താ നിർബന്ധം? അതല്ലേ പുനരൈക്യത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ആദ്യത്തെ ഒരു പ്രോബ്ലം. നമ്മളങ്ങോട്ട് വിചാരിക്കുകയാണ് ഞാൻ മുകളിലേക്ക് പോയേ ഞാൻ താഴോട്ട് നോക്കുള്ളൂ. പക്ഷെ താഴോട്ട് നോക്കിയാൽ നിങ്ങൾ വന്ന സ്ഥലം കാണില്ല, നിങ്ങളുടെ സ്വാർത്ഥതകളെ കാണൂ. മുകളിൽ പോയിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കണം. ഇനി ഒന്ന് ചിന്തിക്കുക, ഈ ചന്ദ്രനിൽ നിന്ന് ഈ റോക്കറ്റ് എങ്ങനെ ഭൂമിയിലേക്ക് വരും? കുഴൽ കിണർ കുഴിക്കുന്ന പോലെ ഇങ്ങനെ കുഴിച്ച് താഴ്ത്തിക്ക് പോവാ, അത് മുകളിലേക്ക് പോവും എന്ന് പറഞ്ഞ് ടേക്ക് ഓഫ് ചെയ്യും. അങ്ങനെ പോയി 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 ഈ റോക്കറ്റ് ഭൂമിയിലെത്തുമ്പോൾ നമ്മൾ ചന്ദ്രനെ എങ്ങനെയാ നോക്കുക? താഴ്ത്തേക്ക് നോക്കോ, നമ്മൾ മുകളിലേക്ക് നോക്കും. മുകളിലേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കുന്ന ഒരു വിദ്യയാണ് പുനരൈക്യം. അത് താഴേക്ക് നോക്കിയിട്ട് ഇതുവരെ ഞാൻ പരിചയിച്ച, ഞാൻ വിചാരിച്ചതിൻ്റെ ഉള്ളിൽ എൻ്റെ അസ്തിത്വത്തെയോ ദൈവത്തെയോ ഒക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മുടെ എല്ലാ തല്ലുകൂട്ടലുകളും അനൈക്യങ്ങളും പുനരൈക്യമില്ലായ്മയും ഒക്കെ തുടങ്ങുന്നത് ഈ ഒറ്റ സെൻറ്റൻസിൽ നിന്നല്ലേ. ഞാൻ വിചാരിച്ചു. ഭാര്യയും ഭർത്താവും തല്ലുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തുടങ്ങണം ഞാൻ വിചാരിച്ചു. എൻ്റെ വീട്ടിൽ, ഓക്കെ, നിന്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ നീ താഴ്ത്തിക്കല്ലേ നോക്കണേ, നീ താഴ്ത്തിക്ക് നോക്കിയാൽ നിന്റെ കുടുംബമല്ലേ കാണുള്ളൂ. ഭർത്താവ് പറയണേ ഞാൻ വിചാരിച്ചു. അല്ലെ, നീ വിചാരിച്ച് നീ വളർന്ന ഒരു ചുറ്റുപാടിൽ താഴ്ത്തിക്ക് നോക്കിയാൽ നിന്റെ കുടുംബമല്ലേ കാണണേ. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചു കൂടിയിട്ട് നിങ്ങളുടെ കുടുംബം കാണണമെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കണം. അങ്ങനെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കുമ്പോഴല്ലേ ദാമ്പത്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ചോ ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ ആ ഒന്നിപ്പിൻ്റെ പുനരൈക്യത്തിൻ്റെ തലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ ആധ്യാത്മിക സംഘർഷം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാം. ഈ തത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഹാവോക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ബൈബിളിൽ നിന്നിട്ട് നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടാം. ആ വ്യക്തിയുടെ പേരാണ് നമാൻ. രണ്ടാം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഈ നമാനെ കുറിച്ചിട്ടുള്ള ഒരു കഥ വായിക്കുന്നത്. നമാൻ സിറിയ ദേശത്തെ ഒരു സൈന്യാധിപതിനായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, വീരശൂര പരാക്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് കുഷ്ഠരോഗമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു തോഴി, അതായത് ഭാര്യയുടെ തോഴി പറയും, ഞങ്ങളുടെ നാട്ടിലെ ഇസ്രായേലില് ഇങ്ങനെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തുന്ന വലിയ വലിയ ആൾക്കാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖപ്പെടും. ഇത് കേട്ട് ഈ നമാന്റെ ഭാര്യ നമാനോട് ഇത് പറയുകയും നമാൻ നേരെ രാജാവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും, രാജാവേ, ഞാൻ ഇപ്പൊ തന്നെ ഈ ഇസ്രായേൽ രാജ്യത്തേക്ക് പോവാണ്, അവിടെ ഈ കുഷ്ഠരോഗം മാറാനുള്ള ഒരു സൂത്രമൊക്കെ ഉണ്ടെന്നാണ് കേൾക്കണേ, അങ്ങ് എനിക്കൊരു ശുപാർശ ലെറ്റർ തരണം എന്ന് പറഞ്ഞ് വേഗം തന്നെ സിറിയയിലെ രാജാവിൽ നിന്ന് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ഒരു വലിയ എഴുത്തും എഴുതി. ഇയാൾ വലിയ സൈന്യാധിപതിനല്ല, സ്വർണവും വെള്ളിയും പട്ടുവസ്ത്രങ്ങളും അനുചരന്മാരായിട്ട് ഒരു വലിയ വൃന്ദം പോരുണ്ട് സിറിയയിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തേക്ക്. നേരെ രാജാവിന്റെ കൊട്ടാരത്തിൽ എന്ന് എഴുത്തങ്ങോട്ട് കൊടുത്തു. എഴുത്ത് വായിച്ചു കഴിഞ്ഞ് ഇസ്രായേൽ രാജാവ് ചങ്ക് പൊട്ടിക്കറിഞ്ഞു, എൻ്റെ കർത്താവേ, മരിച്ചവർക്ക് ജീവൻ കൊടുക്കാനും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താനുമുള്ള ഒരു കഴിവൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ, ഇത് സിറിയൻ രാജാവിൻ്റെ ഒരു സൂത്രമാണ്, ഒരു ഉപജാപമാണ്, എന്നെ ആക്രമിക്കാനായിട്ടുള്ള ഒരു സൂത്രമാണെന്നും പറഞ്ഞിട്ട് ചങ്കിനടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഈ എലീശയുടെ ഭൃത്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഈ എലീശയുടെ ഭൃത്യന്മാർ പറഞ്ഞു, നമ്മുടെ ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം, ഈ ദൈവമില്ലാത്തവരെ പോലെ നമ്മൾ എന്തിനാ കരയണേ. അങ്ങനെ ഇസ്രായേൽ രാജാവ് നമാനോട് എലീശയെ പറ്റി പറയും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആകെ സന്തോഷമായി. സ്വർണവും വെള്ളിയും പട്ടുവസ്ത്രവും അനുചരന്മാരും കൂടി ദ ഹോൾ ഗ്രൂപ്പ് എലീശയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എലീശയുടെ വീട് എത്തുന്നതിന് മുമ്പ് ഈ എലീശ ഒരു സേവകനെ അയച്ചിട്ട് ഇവരോട് പറഞ്ഞു, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നിനക്ക് സുഖപ്പെട്ടാൽ പോരെ, അതിനിപ്പോൾ ഇത്രയും ആളുകളെയും കൊണ്ട് ഇത്രയും ദൂരത്തേക്ക് എന്തിനു വരണേ, നീ ആ ജോർദാൻ നദിയിൽ പോയിട്ട് 7 പ്രാവശ്യം കുളിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നീ ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, നിന്റെ ചർമ്മമൊക്കെ ഒരു ശിശുവിൻ്റെ ചർമ്മം പോലെ ആകും.
2 രാജാവ് 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് ഈ സൊല്യൂഷൻ വരുന്നത്. നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, നീ സുഖപ്പെടുമെന്നത്. പക്ഷെ 11-ാം വചനത്തിൽ എന്താ എഴുതി വെച്ചിരിക്കണേന്നറിയോ? 11-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നത് നാമാൻ കുപിതനായി തിരിച്ചുപോയി. ഈ സൊല്യൂഷൻ കേട്ടിട്ട് സ്വർണവും വെള്ളിയും പട്ടുവസ്ത്രങ്ങളും അനുചരന്മാരും കൊണ്ട് വലിയ പടയ്ക്ക് പുറപ്പെട്ട കക്ഷിയാണ് സുഖപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി സുഖപ്പെടുന്നതിൻ്റെ ഒരു പുതിയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപായം പ്രവാചകൻ ഈ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി കുപിതനായി തിരിച്ചുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. 11-ാം വാചകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ വിചാരിച്ചു പ്രവാചകൻ എൻ്റെ അടുത്തേക്ക് വരുമെന്നും പ്രവാചകന്റെ ദൈവത്തിൻ്റെ പേര് വിളിച്ച് കുഷ്ഠസ്ഥാനങ്ങളിൽ കൈകൾ ഇളക്കിക്കൊണ്ട് എന്നെ സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. വിചാരിച്ച പോലെ ഒന്നും നടക്കാണ്ടായപ്പോൾ നാമാന് ദേഷ്യം വന്നു. അപ്പൊ നമ്മ വീണ്ടും കുറെ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കും. 12-ാം വാക്യത്തിൽ പറയും, എൻ്റെ നാട്ടിലെ അർബാന നദിയും പർപ്പാന നദിയും ഒക്കെ ഈ ഇസ്രായേലിലെ എല്ലാ നദികളെക്കാളും ശുദ്ധമുള്ളതും നിർമ്മലമുള്ളതും അല്ലേ, എനിക്ക് അതിൽ കുളിച്ച് സുഖപ്പെടാമായിരുന്നില്ലേ? ഇത്ര ദൂരം വന്നിട്ട് ഈ ജോർദാൻ നദിയിൽ കുളിക്കേണ്ട വല്ല ഗതികേടും എനിക്കുണ്ടോ? വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നാമാൻ ക്രുദ്ധനായി തിരിച്ചുപോയി. ആദ്യം തുടങ്ങിയതിനേക്കാളും ദേഷ്യവും വൈരാഗ്യവും നശിപ്പിക്കണം എന്നുള്ള ചിന്തയായിട്ട് നാമാൻ തിരിച്ചു പോവുകയാണ്. നാമാൻ ഒരു ഞാൻ വിചാരിച്ചതിൻ്റെ ബലിയേടാകുകയാണ്. അവിടെ ദൈവത്തിന് നാമാനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ നാമാനെ സുഖപ്പെടുത്തുന്നതിൻ്റെ ഒരു പദ്ധതിയുണ്ട്. പക്ഷെ നാമാൻ വാശി പിടിക്കുകയാണ്, സിറിയയിൽ എങ്ങനെയാണോ അത് നടന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ നടക്കണം. അവിടെ പ്രവാചകന്മാർ എങ്ങനെയാണോ പേര് വിളിച്ച് കൈ ഇങ്ങനെയൊക്കെ കാണിച്ച് ഭൂതോച്ചാടനങ്ങൾ നടത്തുന്നത് പോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്തുന്നത്, അതുപോലെ തന്നെ ഇവിടെയും പ്രാർത്ഥനകൾ ചെയ്ത് എന്നെ സുഖപ്പെടുത്തണം. അതല്ലാതെ അവിടെ പോയി കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അവിടെ പോയി കുളിക്കണം? പക്ഷെ ഈ സുഖപ്പെടാനല്ല ഇത്ര ദൂരം വന്നത്. അതിനല്ലേ സ്വർണവും വെള്ളിയും പട്ടുവസ്ത്രങ്ങളും അനുചരന്മാരുമായിട്ട് വലിയ പടപ്പുറപ്പാട് നടത്തി എത്തിയത്. ആള് മറന്നു എന്തിനാ വന്നേന്ന്. പിന്നെ ദേഷ്യമായി. പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സേവകൻ അദ്ദേഹത്തോട് പറയും, സാറേ, നമ്മൾ ഇത്ര ദൂരം വന്നതല്ലേ, നമ്മൾ സുഖപ്പെടാനല്ലേ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത്. അങ്ങ് ആ പ്രവാചകൻ അങ്ങയോട് സ്വർണം ചോദിച്ചിരുന്നെങ്കിലോ വെള്ളി ചോദിച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ ബലി കൊടുക്കാനായിട്ട് കുറെ കന്നാലികൾ ചോദിച്ചിരുന്നെങ്കിലോ ഒക്കെ അങ്ങ് കൊടുത്തേനില്ലേ? ഇപ്പൊ ആ കൂടി അദ്ദേഹം ചോദിച്ചത് ഒന്ന് കുളിച്ചുകൂടെ എന്നല്ലേ, ഒന്ന് അനുസരിച്ചുകൂടെ എൻ്റെ പിതാവേ എന്ന് ഒത്തിരി താഴ്മയോടുകൂടി അദ്ദേഹത്തിന്റെ ഈ സൈന്യാധിപനോട് പറയും. അപ്പോൾ ഈ നാമാൻ കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കും, അത് ശരിയാണല്ലോ, ഏതായാലും ഇങ്ങോട്ട് ഇറങ്ങും ചെയ്തു, ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് കുഷ്ഠരോഗിയായിട്ട് തന്നെ എങ്ങനെ പോണേ, അന്നൊന്ന് അനുസരിക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് ജോർദാൻ നദി പോയി കുളിക്കും. ആ മനുഷ്യൻ സുഖപ്പെടും. ഈ മനുഷ്യൻ ഈ ഞാൻ വിചാരിച്ചു ദൈവം വിചാരിച്ചു എന്നത് നേർക്കുനേർ വരുമ്പോൾ ജാതമാകുന്ന ഒരു ആധ്യാത്മിക സംഘർഷത്തിൻ്റെ ഒരു ഇരയാണ്. ഈ നാമാൻ തെറ്റുകാരനാണോ? നാമാൻ്റെ ഉദ്ദേശശുദ്ധികൾ തെറ്റാണോ? നോ, ദേ ആർ വെരി നൈസ് പേഴ്സൺ. അത് സുഖപ്പെടാനും നവീകരിക്കപ്പെടാനും നല്ലവരാകാനൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നേ. പക്ഷേ ആ പുനരൈക്യപ്പെടുന്നതിൻ്റെ, അത് രോഗമായിട്ടായിക്കോട്ടെ ദൈവമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ചുറ്റുപാടുകളായിക്കോട്ടെ, ആ പുനരൈക്യപ്പെടുന്നതിൻ്റെ ആ ഉപായങ്ങളെ കണ്ടു കഴിയുമ്പോൾ ദേഷ്യം വരുന്നവർ, ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ തട്ടകം വിടാതെ താഴോട്ട് മാത്രം നോക്കുന്നവർ. അങ്ങനെ താഴോട്ട് മാത്രം നോക്കിയാൽ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങളുടെയും സമുദായത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ നീക്കം ചെയ്യപ്പെടാൻ പാടില്ലാത്ത മൂല്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ മറന്നു. നമ്മൾ പരസ്പരം ദേഷ്യപ്പെട്ട് പട്ടിയും പൂച്ചയും പോലെ തല്ലുകൂടാൻ തുടങ്ങും. ആ തല്ലുകൂട്ടങ്ങൾക്കിടയിൽ ഇറ്റിറ്റ് വീഴുന്ന ചോര നക്കാൻ വേണ്ടിയിട്ട് വരുന്നു കുറുക്കന്മാർ.
അപ്പൊ 2 ആടുകളെ ഒരേ സൂത്രം പറഞ്ഞ് തല്ലുകൂടിയിട്ട് ആ 2 ആടുകളെ കൊണ്ട് തലയിടിച്ച് ചാനൽ ചർച്ചകൾ നടത്തും. അപ്പൊ അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തം കുടിക്കാൻ വേണ്ടി കുറുക്കന്മാർ വരും. പിന്നെ എപ്പോഴൊക്കെ ടൈമിംഗ് തെറ്റി കഴിയുമ്പോൾ ഈ 2 ആടുകൾ ഇടിക്കുന്നതിനിടയിൽ ഈ കുറുക്കം പെടും. ഒക്കെ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഗെയിമുകളല്ലേ. നമുക്ക് സുഖപ്പെടണ്ടേ, പുനരൈക്യപ്പെടണ്ടേ? ഈ ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന ആധ്യാത്മിക സംഘർഷം പുത്തൻകൂർ സമുദായത്തെ പിടിച്ചിരുന്നു. അതിൻ്റെ ഒക്കെ വളരെ രസകരമായ രീതിയിലേക്കൊക്കെ കടന്നു പോകണമെങ്കിൽ ആ ഇഞ്ചക്കൊടിയിൽ അച്ഛൻ്റെ പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ പുത്തൻകൂർ സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ബുക്ക് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഈ പുത്തൻകൂർ പഴയക്കൂർ എന്ന് പറയുന്നത് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു വിഭജനമാണ്. ഓക്കെ, 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു വിഭജനമായിരുന്നു അത്. ആ സമയത്ത് ഒരു പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് വിചാരിച്ചു ഈ സെന്റ് തോമസ് ക്രിസ്ത്യൻസുകൾ പെരുമാറുന്നതും പ്രാർത്ഥന രീതികളും അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. ഈ ഞാൻ വിചാരിച്ചു എന്ന ആധ്യാത്മിക സംഘർഷം പുത്തൻകൂർ സമുദായത്തെ വല്ലാതെ പിടിച്ചിരുന്നു. ആ ഞാൻ വിചാരിച്ചതിനെ കുറിച്ച് ആഴത്തിൽ അറിയണമെങ്കിലും ആ സമൂഹത്തിൻ്റെ പല ഉൾപ്പിരിവുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഇഞ്ചുകോടിയിൽ അച്ഛൻ്റെ പുസ്തകം വായിക്കുന്നതും, അല്ലെങ്കിൽ പുത്തൻകൂർ സമുദായത്തിൻ്റെ ഒരു ചെറിയ ഇതിഹാസങ്ങളെയോ അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അല്പം അറിയുന്നത് നല്ലതായിരിക്കും. പുത്തൻകൂർ സമുദായത്തിൻ്റെ ഉള്ളിലെ ഞാൻ വിചാരിച്ചത് തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറയുകയുണ്ടായിരുന്നല്ലോ. പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായ ആർച്ച് ബിഷപ്പ് മെനസിസിൽ നിന്ന് തുടങ്ങിയതാണത്. അദ്ദേഹം വിചാരിച്ചു മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആരാധന രീതികളും അതല്ലെങ്കിൽ അവരുടെ ഭരണപരമായ കാര്യങ്ങളും ഒന്നും ശരിയല്ലെന്ന്. അങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുപിതനായി. പിന്നീട് ആ വിചാരത്തിൽ നിന്ന് കുറെ കാര്യങ്ങളെ മാറ്റാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടത് ആളുടെ സഭയെയായിരുന്നു. അല്ലെങ്കിൽ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് പോർച്ചുഗീസിലെ പാരമ്പര്യങ്ങളെയും പ്രത്യേകതകളൊക്കെ ആയിരുന്നു. മുകളിലേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കുന്ന ഒരു സിദ്ധാന്തത്തെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ക്രൈസ്തവർ ഉണ്ടാകാമെന്നും അതെല്ലാതും ഒരേ തരത്തിൽ തന്നെ ആയിരിക്കണമെന്നും ഒരു വിചാരിക്കില്ലല്ലേ. അങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുറെ തിരുത്താനായിട്ട് നോക്കി. ആ തിരുത്തലുകളിൽ നിന്ന് ഉരുതിരിഞ്ഞ പല സംഭവവാസങ്ങളുടെ ഉള്ളിലും നമ്മൾക്ക് ഈ ഞാൻ വിചാരിച്ചു എന്നതിനെ കാണാം. അതൊക്കെ ദൈവത്തിൻ്റെ വിചാരങ്ങളായിരുന്നോ? പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വികർ വിചാരിച്ചു അഹദുള്ള എന്ന് പറയുന്ന ബിഷപ്പിനെ കുറെ ആളുകൾ കടലിൽ മുക്കിക്കൊന്നു. ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും നിഗൂഢതയാണ്. ശരിക്കും അദ്ദേഹത്തെ മുക്കിക്കൊന്നോ? അദ്ദേഹം ആരാണെന്ന് പോലും ഒരു വലിയ നിഗൂഢതയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി ഞാൻ വിചാരിച്ചു. ആ ഞാൻ വിചാരിച്ചു എന്നതിൽ കുറേ മക്കൾക്ക് തോന്നി അദ്ദേഹത്തെ കൊന്നു. ഞങ്ങളുടെ അതിഥിയായി വന്ന ഞങ്ങളുടെ പിതാവിനെ അവർ മുക്കിക്കൊന്നു. എത്രയും ദേഷ്യം എല്ലാം പൊന്തി വരാം അങ്ങനെ ഒരു ഞാൻ വിചാരിച്ചതിൽ നിന്ന്. അതിൽ നിന്ന് കൂനം കുരിശ് സത്യം. കൂനം കുരിശ് സത്യത്തിലും ഒത്തിരി ഞാൻ വിചാരിച്ചതുകളല്ലേ. അപ്പൊ അന്ന് അവർ പറഞ്ഞ ഒരു കാര്യം, ആ സെയിന്റ് പോൾസിലെ അച്ഛന്മാര് അല്ലെങ്കിൽ അന്ന് ആ മട്ടാഞ്ചേരിയിലോ അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളിലായിരുന്ന ലത്തീൻ വൈദികരാൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇവരായിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ കുറെ ആളുകൾ വിചാരിച്ചു അത് പരിശുദ്ധ സിംഹാസനത്തിനോട് ബന്ധമില്ല എന്നാണ് അവർ പറഞ്ഞത് എന്ന് അവർ വിചാരിച്ചു. ഇനി അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലേ? പറ്റുമല്ലോ, അങ്ങനെ വിചാരിക്കാം. പക്ഷെ അതായിരുന്നു വാസ്തവം. അതിനെക്കുറിച്ചും നമ്മളൊന്ന് നമ്മുടെ ചിന്തകളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചിന്തിക്കണം. പക്ഷെ ആ കാലഘട്ടത്തില് ഒത്തിരി ഞാൻ വിചാരിച്ചത് കൂടിക്കലർന്ന് കാണപ്പെടുന്നുണ്ട്
എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നീട് 12 പേര് ചേർന്ന് ഒരു ആളെ മെത്രാനാക്കി വാഴിക്കുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചൂടെ? തീർച്ചയായിട്ടും വിചാരിക്കാം. പക്ഷെ പിന്നീട് അത് അങ്ങനെയല്ല എന്ന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും പിന്നീട് വന്ന ചില അറിവുകളിലൂടെ ഒരു ജനത മനസ്സിലാക്കിയപ്പോ അവർ വിചാരിച്ചു ഇങ്ങനെയല്ല, ഇതല്ല. അപ്പൊ അന്ന് കൂടി നിന്നവരിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ആ ഞാൻ വിചാരിച്ചതിനെ ത്യജിക്കാനും അല്ലെങ്കിൽ ആ ഞാൻ വിചാരിച്ചതിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേറൊരു ചിന്താരീതിയെ സമീപിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഭിമുഖ്യത്തിലേക്ക് കടക്കാനായിട്ട് ഒരു കൂട്ടർക്ക് തോന്നി. അതിൽ നിന്ന് ഈ പഴയകോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പൊന്തി വന്നു. പിന്നെ പുത്തൻകോൾ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പും പൊന്തി വന്നു. 2 ഗ്രൂപ്പിൻ്റെ ഉള്ളിലും ഞാൻ വിചാരിച്ചതുണ്ടായിരുന്നു. പിന്നീട് പുത്തൻകോൾ സമുദായത്തിനെ നമ്മൾ മാർ ഇവാനിയോസ് പിതാവ് ഇൻവോൾവ് ചെയ്ത ആ ഒരു ഭാഗമായതുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു സമുദായത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ സമുദായത്തിൽ പിന്നെ വന്ന എല്ലാ മാർത്തോമകളുടെ ഉള്ളിലും ഞാൻ വിചാരിച്ചതുണ്ടായിരുന്നു. അതിൽ വന്ന ഉൾപ്പിരിവുകള്, നവീന പ്രസ്ഥാനങ്ങള്, ആരെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഒത്തിരി ഞാൻ വിചാരിച്ചത് ആ ജനങ്ങളെ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ഗ്രസിച്ചിരുന്നില്ലേ. പിന്നീട് പിതാവിന്റെ കാലമായപ്പോ പിതാവ് അടക്കം ഉള്ള സമൂഹത്തിലും ഒത്തിരി ഞാൻ വിചാരിച്ചു തോന്നു. അബ്ദുള്ള പാത്രിയാർക്കീസ് എന്ന് പറയുന്ന വ്യക്തി ലൗകിക അധികാരങ്ങൾക്കൊപ്പം ആധ്യാത്മിക അധികാരങ്ങൾക്കൊപ്പം ലൗകിക അധികാരങ്ങൾ എൻ്റെ ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഓരോ മെത്രാന്മാരെ കൊണ്ട് അത് എഴുതി മേടിപ്പിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം വിചാരിച്ചു ഇത് രണ്ടും കൂട്ടി എൻ്റെ പെട്ടിയിൽ അടുക്കി വെക്കുമ്പോഴാണ് ഞാൻ വലിയ വിശ്രന്തി ആവണമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലേ? അങ്ങനെ വിചാരിക്കാം. പക്ഷെ ആ വിചാരങ്ങളിൽ നിന്നും ഒത്തിരി ദേഷ്യങ്ങളും നമാനെ പോലെ മൂടും തട്ടി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകളും വരാം. മുടക്ക് കൽപ്പനയിൽ എത്തി നിന്ന അന്നത്തെ സംഭവവികാസങ്ങൾ ഒക്കെ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞതിൽ പൊന്തി വന്നതല്ലേ. വട്ടശ്ശേരി എന്ന് പറയുന്ന വലിയ തിരുമേനിയുടെ മനസ്സിൽ പലപ്പോഴും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് Z.M. പറൈറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ പറ്റി പറയുന്നതിൻ്റെ 3 വാള്യം നിത്യാക്ഷരങ്ങൾ എന്ന് പറയുന്ന 3 വാള്യവും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വാള്യത്തിലൂടെ കടന്നു വരുന്ന വട്ടശ്ശേരി ദിവാന്യസിയോസ്, പേര് പറയുന്നത് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്ന് പറയുന്ന വലിയ മനുഷ്യൻ സഭയെ എത്രമാത്രം സ്നേഹിക്കുകയും ഒരു സഭയെ മുഴുവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അതിനെ നിലനിർത്തണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് വിചാരിച്ച ഒരു മനുഷ്യൻ. മുടക്ക് കൽപ്പനയിൽ പോലും തൻ്റെ നെഞ്ചിനെ ഉരുക്കാതെയോ കലങ്ങാതെയോ അത് മുഴുവനും ശാന്തിയിൽ കേട്ടുനിന്ന മനുഷ്യൻ. പക്ഷെ പിന്നീട് വന്ന കമ്പിയിൽ ആ അബ്ദുള്ള പാത്രിയാർക്കീസിന്റെ മുടക്ക് നിലനിൽക്കില്ല എന്ന് പറഞ്ഞപ്പോ അതൊരു ഞാൻ വിചാരിച്ചതിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് കേട്ടപ്പോ ഈ വലിയ മനുഷ്യൻ ഒത്തിരി കണ്ണീർ പൊഴിച്ചു എന്നാണ് മാർ ഇവാനിയോസ് പിതാവ് അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി ആദരവോടുകൂടിയും സ്നേഹത്തോടുകൂടിയും തൻ്റെ ഗിരിദീപം പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നതും പറയുന്നതും. പിന്നീട് അന്നത്തെ പഴയ സെമിനാരിയിൽ നടന്ന സ്ഫോടനാത്മകമായ അവസ്ഥകൾ, ആനപ്പാപ്പിയുടെ മരണങ്ങൾ, കാതോലിക്കേറ്റിന്റെ സ്ഥാപനം, ഇതൊക്കെ ഞാൻ വിചാരിച്ചതിൽ നിന്ന് വന്നതാണ്. അതിൽ ഇടപെട്ട വ്യക്തികളൊക്കെ തെറ്റായിരുന്നു ശരിയായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരെല്ലാവരും ഒരു വലിയ ആധ്യാത്മിക സംഘർഷങ്ങളുടെ പാത്രങ്ങളായിരുന്നു. പിതാവിന്റെ ആധ്യാത്മിക സംവേദനശീലത, ദാറ്റ് സെൻസിറ്റിവിറ്റി ഒത്തിരി ഹൈ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് ഇതെല്ലാം വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. പിതാവും പല കാര്യങ്ങളും അങ്ങനെ പറയും. ഒരു യങ് മനുഷ്യനായിരുന്ന യുവ വൈദികനായിരുന്ന അദ്ദേഹത്തിന് തോന്നി സ്വതന്ത്രമായ ഒരു സഭയെ സ്ഥാപിക്കുന്നതിലൂടെ നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനിൽ പുത്തൻകൂർ സമുദായത്തിൽ ഒരു പുതിയ സൊല്യൂഷൻ വരുമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ വട്ടിപ്പണ കേസിലേക്ക് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ വട്ടിപ്പണ കേസ് എന്ന് പറയുന്ന ആ ഒരു സാധനം
കേവലം ഒരു പൈസയുടെ മാത്രമല്ല, ഒരു അധികാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആ ഒരു വ്യക്തിത്വത്തിൻ്റെയും ഒക്കെ മുഖമുദ്രയായിട്ട് വളർന്നു വരുമ്പോൾ അതിനെ ചുറ്റി മാത്രം ഒരു ഞാൻ വിചാരിച്ചു രൂപപ്പെട്ടു വരികയും ചെയ്തപ്പോൾ പിതാവ് മനസ്സിലാക്കുകയാണ്, ഇതൊക്കെയാണോ ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളെക്കുറിച്ച്? ഇതൊക്കെയാണോ ദൈവത്തിനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നോമ്പും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ഒരു ദൈവാത്മകത? ശതപ്രാർത്ഥനകളുടെ വലിയ ശതപ്രാർത്ഥനകൾ ചൊല്ലി കുർബാനകൾ ചൊല്ലുമ്പോൾ, ശതപ്രാർത്ഥനകളുടെ ആധ്യാത്മികതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉരുകാത്ത ഏത് ഹൃദയമാണുള്ളത്? ഹാസ്യപ്രാർത്ഥനകളിലെ ഹാസ്യാഴ്ചയുടെ പ്രാർത്ഥനകൾ തുടങ്ങുമ്പോൾ, തിങ്കളാഴ്ചയിലെ ആ പ്രാർത്ഥനകളിൽ തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കും, എൻ്റെ മുന്തിരിത്തോപ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ കാട്ടുമുന്തിരികൾ പുറപ്പെടുവിച്ചത്? ഞാനിനി എന്താണ് എൻ്റെ മുന്തിരിത്തോപ്പിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ദൈവം പറയുമ്പോൾ, ഹാസ്യാഴ്ചയുടെ അനുഭൂതിയിലേക്ക് കടന്ന പിതാവിന് തോന്നുന്നുണ്ടായിരുന്നു, ഇതാണോ എൻ്റെ ദൈവം ആഗ്രഹിച്ച പ്രാർത്ഥനകൾ ചൊല്ലി ആരാധിക്കുന്ന എൻ്റെ സമൂഹത്തിൻ്റെ അവസ്ഥ? അദ്ദേഹം വിചാരിച്ചു ഇതല്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ജ്ഞാനമാർഗത്തിലൂടെ എൻ്റെ ദൈവത്തിനെ തിരിച്ചറിയണമെന്നും ജ്ഞാനമാർഗത്തിലൂടെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ മാത്രമേ അദ്ദേഹത്തിന്റെ ചിന്തകളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്നും അറിഞ്ഞ പിതാവ് ഈ നാട് വിട്ട് സറാംപൂറിലേക്ക് പോയി. സറാംപൂർ അന്നൊരു യൂണിവേഴ്സിറ്റി പോലെ ആയിരുന്നു. പ്രൊട്ടസ്റ്റന്റ് സ്ട്രീമിലായിരുന്നെങ്കിൽ പോലും പിതാവിന് ഒത്തിരി ആദരവോടുകൂടെ അവർ സ്വീകരിക്കുകയും യൂറോപ്യൻകാരോട് ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു പ്രൊഫസറായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും 6 വർഷത്തോളം പിന്നീട് പഠനങ്ങളിലും പ്രാർത്ഥനകളിലും തന്നെ സമർപ്പിച്ചിരുന്ന പിതാവിനെ ആ കാലത്ത് തോന്നി തുടങ്ങി, ഞാനിങ്ങനെ ജ്ഞാനമാർഗം കൊണ്ട് ഈ സറാംപൂരിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സമുദായത്തിൻ്റെ അഭിവൃദ്ധി, എൻ്റെ സമുദായത്തിൻ്റെ ആ ഒരു ദൈവിക അനുഭൂതി അതെങ്ങനെ വരും? ഞാനല്ലേ മാറുന്നുള്ളൂ, എൻ്റെ സമുദായം എങ്ങനെ മാറുന്നേ? അപ്പൊ പിതാവിന്റെ ചിന്താധാരകളിൽ മാറ്റം വരും. പിതാവ് അപ്പൊ സബർമതി ആശ്രമത്തിലും ശാന്തിനികേതനിലും ഇന്ത്യൻ സന്യാസത്തിലേക്കും ഒക്കെ പോയിട്ട് വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. ദൈവത്തിന്റെ വിചാരങ്ങളെ തേടിയുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു അത്. പക്ഷെ പിതാവ് ഇന്ത്യൻ സന്യാസത്തിന്റെ തത്വങ്ങൾ സ്വീകരിച്ചിരുന്നോ? ശാന്തിനികേതനിൽ പോയിട്ട് ആ വിചാരങ്ങളെ സ്വീകരിച്ചിരുന്നോ? സബർമതിയിൽ പോയിട്ട് ആ വിചാരങ്ങളെ സ്വീകരിച്ചിരുന്നോ? നമുക്ക് സംശയമുണ്ട്. അതൊക്കെ പോയി കണ്ടു. ആ വിചാരങ്ങളൊക്കെ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങി. സോക്രട്ടീസിന്റെ കഥയിൽ പറയുന്ന പോലെ, സോക്രട്ടീസ് മാർക്കറ്റിൽ ചന്തയിൽ കാര്യങ്ങൾ കാണാൻ പോകും. 3-4 മണിക്കൂർ നേരം ചന്തയിൽ എല്ലാ സാധനങ്ങളും കാണും, ഒന്നും വാങ്ങിക്കില്ല. ഇത് എല്ലാ ആഴ്ചയിലും നടക്കുന്ന കാണുമ്പോൾ സോക്രട്ടീസിന്റെ ഒരു ശിഷ്യൻ സോക്രട്ടീസിന് ചോദിക്കും, ഗുരുവേ, അങ്ങ് എല്ലാ ചന്തയ്ക്കും വരുന്നുണ്ട്, എല്ലാ സ്റ്റാളുകളിലും പോയി എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കി 3-4-5 മണിക്കൂർ നേരം അവിടെയൊക്കെ വിൻഡോ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്, അങ്ങ് എന്താ ഒന്നും വാങ്ങിക്കാത്തത്? അപ്പൊ സോക്രട്ടീസ് തത്വചിന്തകന്റെ പോലെ നിഗൂഢമായ ഒരു ചിരി കൊടുത്തുകൊണ്ട് പറയും, എൻ്റെ പ്രിയ ശിഷ്യ, എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും എനിക്ക് വേണ്ട. ഇവാനിയസ് പിതാവ് എന്ന് പറയുന്ന വലിയ മനുഷ്യരും ഇങ്ങനെ എല്ലായിടത്തും പോയി കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നുമല്ല ദൈവത്തിന്റെ വിചാരങ്ങള്. പിന്നീട് അദ്ദേഹം ഒരു വലിയ ഉൾസൈഡിലേക്കുള്ള ഒരു യാത്രയിലേക്ക് പോയി. സറാംപൂരിൽ നിന്ന് നേരെ മുണ്ടമലയിലേക്ക് പോയി ഒരു സന്യാസിയായി. സ്വന്തം വീട്ടിൽ വരെ ഭിക്ഷയാചിക്കാൻ ചെന്നു. തൻ്റെ പഠനങ്ങളുടെ ഞാൻ വിചാരിച്ചതുകളിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ ജ്ഞാനത്തിൻ്റെ നിറവുകളിൽ നിന്ന് തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഞാനൊരു സന്യാസിയായാൽ ദൈവസേവനത്തെക്കാൾ ദൈവസമ്പാദന ശ്രേഷ്ഠമല്ലയോ എന്ന് നമുക്ക് തോന്നി എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം കുറിച്ചു വയ്ക്കും. ആ തോന്നലിൽ നിന്ന് മുണ്ടമലയിലേക്ക് കയറി തന്നെ ശൂന്യനാക്കാൻ തുടങ്ങും. പക്ഷെ പിതാവിന്റെ മനസ്സിൽ ഈ സംഘർഷം വീണ്ടും വേറൊരു രൂപത്തിൽ കടന്നു വന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെ സമുദായത്തിൽ നിന്ന് മാറിപ്പോയിട്ട്, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ച് മൗനം നിന്ന് മുനിയായി പർണശാലകൾക്കുള്ളിൽ ഇരുന്നത് കൊണ്ട് എൻ്റെ സമൂഹത്തിന് എങ്ങനെ ശാന്തി വരും?
എൻ്റെ സമൂഹത്തിന് ശാന്തി വരണമെങ്കിൽ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലൂടെ അവൻ്റെ ഇഷ്ടത്തെ പൂർത്തീകരിക്കുമ്പോഴല്ലേ ഞാൻ ദൈവസമ്പാദനം എന്ന ആ വലിയ തലത്തിലേക്ക് കയറി ചെല്ലുന്നത് എന്ന് തിരിച്ചറിയുന്ന പിതാവ് തൻ്റെ വിചാരങ്ങളെ വീണ്ടും പരിത്യജിക്കുകയും മലയിറങ്ങി ഒരു ജനതയുടെ അടുക്കിലേക്ക് വരികയും ചെയ്യും. പിതാവിൻ്റെ ആധ്യാത്മിക യാത്രയിൽ തുറവികൾ, അത് പുത്തൻകൂറിന്റെ ജീവിതത്തിൽ നടന്ന ആധ്യാത്മിക സംഘർഷങ്ങളുടെ നേർക്കാഴ്ചയാണ്, അല്ലെങ്കിൽ എന്നിലും നിങ്ങളിലും ഒക്കെ സംഭവിക്കുന്നതാണ്. ഒരു ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന ദുഃഖത്തിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കരുതി അതിനെ തിരുത്താതെ അതിൽ തന്നെ താമസിക്കുകയും അതിൽ തന്നെ അടയിരിക്കുകയും അതിൽ നിന്ന് വിരിയുന്ന കുട്ടികളെ നോക്കിയിരിക്കുകയും മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു സമൂഹത്തിൽ മടുപ്പും വിരസതയും മ്ലേച്ഛതകളും നിറഞ്ഞു വരും. ഈ ജീവിതം തിരുത്താനും കൂടി ഉള്ളതാണ്. ജീവിതത്തിൽ പല ഞാൻ വിചാരിച്ചതിലൂടെ വി ക്യാൻ ഗെറ്റ് സ്ട്രക്ക്. നമാനെ പോലെ നമുക്ക് തോന്നാം, പക്ഷെ ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ. അതുപോലെ തന്നെ ആവണമെന്ന് എന്താ നിർബന്ധം? ഒന്നനുസരിച്ചുകൂടെ? ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഒന്നനുസരിച്ചുകൂടെ? അതിൽ നിന്ന് ലഭ്യമാകുന്ന പുതിയ തുറവുകളിലേക്ക് നമുക്കൊന്ന് നോക്കിക്കൂടെ? അങ്ങനെ നോക്കാൻ നമ്മൾ എന്തിനെ പേടിക്കണേ? അങ്ങനെ നോക്കാൻ പേടിച്ചാൽ പുനരൈക്യം ഒരിക്കലും സംഭവമല്ല. മറിച്ച് തൻ്റെ ഞാൻ വിചാരിച്ചതിനെ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കാനും ഓരോ ഞാൻ വിചാരിച്ചതിനെയും മാറ്റി നിർത്തി ദൈവത്തിൻ്റെ ചിന്തകൾ എന്താണെന്ന് ആഴത്തിൽ ആഴത്തിൽ പരിശോധിച്ചു പോകാനും ഉള്ള പിതാവിൻ്റെ ആ വലിയ സന്യാസ മനോഭാവത്തിൽ നിന്നാണ് പുനരൈക്യം എന്ന് പറയുന്ന സാധനം പൊന്തി വരുന്നത്. അത് ശരിക്കും ശുദ്ധീകരിച്ച ദൈവാത്മാവിൻ്റെ പ്രചോദനമാണെന്ന് തന്നെ നമുക്ക് പറയാം. പല കാര്യത്തിൽ നമ്മുടെ ഈ ഞാൻ വിചാരിച്ചു കയറി വരും. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ബൈബിളിലെ പല ക്യാരക്ടറുകൾ എടുത്തിട്ടും അവരുടെ ഉള്ളിലൊക്കെ എങ്ങനെ ഈ ഞാൻ വിചാരിച്ചത് ഹവോക്കുണ്ടാക്കി, അല്ലെങ്കിൽ അവരെയൊക്കെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗം അവസാനിക്കുന്നതിന് മുമ്പ് വേറൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയുടെ മനസ്സിലും ഈ ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചു എന്ന് പറയുന്ന ആ ഒരു ആധ്യാത്മിക സംഘർഷം ഉണ്ടായിരുന്നു. മാലാഖ വന്നിട്ട് മറിയത്തോട് പറയുകയാണ്, അമ്മേ, നിനക്കൊരു കുഞ്ഞുണ്ടാകും, യു വിൽ ഹാവ് എ ചൈൽഡ്. ഇമ്മീഡിയറ്റ്ലി മറിയം പറയാണ്, അതെങ്ങനെ അങ്ങനെ സംഭവിക്കണേ? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വിചാരിച്ചു ഒരു പുരുഷന്റെ കൂടെ കിടന്നാലല്ലേ കൊച്ചുണ്ടാവുക. എത്ര സരളമായ ഉത്തരം അല്ലേ? അതൊരു ഞാൻ വിചാരിച്ചതായിരുന്നു. മാതാവിന്റെ മനസ്സിലെ ഒരു ഞാൻ വിചാരിച്ചു, അതിൽ നിന്ന് ഉത്കണ്ഠ വന്നു. ഇനിയിപ്പൊ പുരുഷന്റെ കൂടെ കിടക്കാതെ തന്നെ ഒരു കൊച്ചിനെ എന്താക്കുന്ന ഒരു സൂത്രം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കേൾക്കട്ടെ. അതാണ് ക്രിയേറ്റിവിറ്റി. അതില് ഉള്ളില് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ അല്ല ചുറ്റും സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ വാശി പിടിക്കാതെ, ദേഷ്യം വരാതെ, you should listen then. അങ്ങനെ ഒരു ദൈവചിന്തയുണ്ടോ? ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി എൻ്റെ ജീവിതത്തിലുണ്ടോ? അതിന് നമ്മൾ നമ്മുടെ ഞാൻ വിചാരിച്ചതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കാനുള്ള ആർജവത്തെ കാണിക്കണം. അപ്പൊ മാലാഖ ഈ സൂത്രം മാതാവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും, ദൈവത്തിന്റെ ശക്തി നിന്നെ പൊതിയും, വലിയ വലിയ തത്വചിന്തകള് മാതാവിന്റെ നെറ്റി ചുളിഞ്ഞു. ഗബ്രിയേൽ മാലാഖനെ ഇങ്ങനെ നോക്കി, ഇവരാരുടെ വലിയ കോളേജ് പ്രൊഫസർ വന്നിട്ട് എന്നോട് ഫിലോസഫി പറയണ എന്ന തരത്തിൽ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഗബ്രിയേൽ മാലാഖയ്ക്ക് മനസ്സിലായി കാര്യം ശരിയായില്ല എന്ന്. അപ്പോൾ മാലാഖ മറിയത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അല്ലേ? അപ്പോൾ മാതാവ് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു, ഓക്കെ എലിസബത്തിനെ നോക്ക്, അങ്ങയുടെ ചർച്ചക്കാരിയല്ലേ, ആ സക്രിയയുടെ വൈഫേ, ആ വയസ്സായിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ട്, യൂദാദേശത്തിലുള്ള ഞങ്ങളുടെ ചർച്ചക്കാരി. അത് എല്ലാവരും വിചാരിച്ചു അതിന് കൊച്ചുണ്ടാവില്ല, എല്ലാവരും വിചാരിച്ചു. 6 മാസമായി ഇപ്പൊ. മറിയത്തിന്റെ കണ്ണുകൾ അങ്ങോട്ട് വിടർന്നു. അങ്ങനെയാ 6 മാസം? അല്ലെ, ഞാനും വിചാരിച്ച അതിന് കൊച്ചുണ്ടാവില്ല എന്ന്. ഞങ്ങളുടെ ചർച്ചക്കാരി എലിസബത്തിന് ഇപ്പൊ 6 മാസമായിരുന്നോ? അപ്പൊ മാലാഖ അപ്പൊ പറഞ്ഞില്ല ഇത് പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് മാലാഖ അപ്പൊ ഈ മറിയത്തോട് പറയും, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ മാലാഖ ഈ മറിയ എന്ത് പറയണേന്ന്? അപ്പൊ മറിയം പറയും, ഞാൻ വിചാരിച്ചതുപോലെയല്ല, അങ്ങയുടെ വചനങ്ങൾ പോലെ എന്നിൽ പൂർണ്ണമാകട്ടെ.
അവിടെയാണ് പുനരൈക്യം തുടങ്ങണേ. അങ്ങനെ ഒരു സമർപ്പണം പിതാവിൽ വന്നതുകൊണ്ടാണ് പുനരൈക്യത്തിനെ അതിൻ്റെ അവസാനത്തെ തലത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രോബ്ലം ഉണ്ട്. പുരോഹിതന്മാർക്കായാലും സന്യസ്തർക്കായാലും നമ്മളിപ്പോൾ ആധുനിക ജീവിതത്തിൻ്റെ പല സമകാലീന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്കും ഒത്തിരി ഞാൻ വിചാരിച്ചത് കയറി വരാം. ചിലപ്പോഴൊക്കെ പല രാത്രികളിലും നമ്മൾക്ക് ദേഷ്യവും വരാം. നമ്മൾ ഇനി പള്ളി കയറില്ല എന്നോ, സഭയെ വിട്ടുപോകുന്നോ, അച്ഛന്മാരെ തല്ലിക്കൊല്ലണമെന്നോ, അല്ലെങ്കിൽ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ നമുക്ക് പറയാം. അതൊക്കെ ഒരു നമാനെ പോലെ കുപിതനായി തിരിച്ചു പോകുന്നതല്ലേ. അതിൻ്റെ താഴെ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ സമൂഹം നല്ലതാണ്, ആ സമുദായവും നല്ലതാണ്. ഒരു പക്ഷേ ഒരു മ്ലേച്ഛത അതിനെയൊക്കെ ചൂഴ്ന്നു നിൽക്കുന്നില്ലേ? ഒരു ആധ്യാത്മിക സംഘർഷത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരു ആധ്യാത്മിക സംഘർഷത്തെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിസ്സഹായത. ആ നിസ്സഹായതയാണ് ഇരയുടെ നിസ്സഹായത. അതിനെ മനസ്സിലാക്കുകയും അതിനെ വളരെ ക്രിയാത്മകമായിട്ട് സർഗാത്മകമായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞതാണ് പുനരൈക്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഏത് സിറ്റുവേഷനിലും പുനരൈക്യം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഞാൻ വിചാരിച്ചു എന്നതിനെ അല്പം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചർച്ചയിലേക്കോ ചിന്തയിലേക്കോ കടക്കണം. ഏറ്റവും നല്ലത് വചനം എന്നോട് എന്തു പറയുന്നു എന്നൊന്ന് ചോദിക്കാൻ തുടങ്ങുന്നതായിരിക്കാം. നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ഇവാനിയൻ ധ്യാന ചിന്തയിലേക്ക് കടന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ചുഴ്ന്നു നിൽക്കുന്ന മ്ലേച്ഛതകൾക്കുള്ളിൽ ഈ ആധ്യാത്മിക സംഘർഷത്തെ തിരിച്ചറിയുന്നു. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, ഇടവകയിൽ, സമുദായങ്ങളിൽ, ജോലി സ്ഥലത്ത്, വ്യക്തിബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, വിശാലമായ സഭയുടെ ജീവിത വീക്ഷണങ്ങളിലൊക്കെ ഈ ആത്മസംഘർഷം ഇതാണോ ദൈവം ആഗ്രഹിച്ചത്? ഇതൊക്കെ എനിക്ക് തോന്നുന്നതല്ലേ, അതല്ല അവർക്ക് തോന്നുന്നതല്ലേ എന്നൊരു സംഘർഷത്തിൻ്റെ ഉള്ളിൽ നട്ടം തിരിയുന്ന, അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നമാനെ പോലെ കുപിതനായി അകന്നു പോവുകയും പുനരൈക്യപ്പെടാനും സുഖപ്പെടാനുമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും ചെന്നെത്താൻ കഴിയാതെ മടുപ്പിൻ്റെയും വിരസതയുടെയും ഒരു ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണത കർത്താവെ ഞങ്ങളിൽ കാണുന്നു. വെളിപ്പെടുത്താൻ വന്നവനെ, നിന്നെക്കുറിച്ചുള്ള അറിവിലൂടെ, നിന്റെ ഇഷ്ടത്തെ പൂർത്തീകരിക്കാനുള്ള ദാഹത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ പല ഞാൻ വിചാരിച്ചു എന്ന ചിന്തകളെയും മാറ്റി നിർത്തിക്കൊണ്ട് പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പുതിയ വീക്ഷണത്തെ, ആർജവത്തെ, ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും ബന്ധിക്കാനും ശാസിക്കാനും പുറത്താക്കാനുമുള്ള അധികാരത്തെയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.